ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തുള്ളി പോലും ഓയിലും ചേർക്കാതെയാണ് നമ്മൾ ഈ അൽഫാം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ പീസസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കണം. അത് മുഴുവനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ഗരം മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 3-4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 2 ഏലക്കായ, കുറച്ച് വലിയ ജീരകം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നല്ലപോലെ വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പുതിനയിലയാണ്. ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കളറിന് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് വിനാഗിരി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പും ചേർത്തിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നല്ല പോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് വെക്കുന്നതാണ്. അപ്പോഴാണ് മസാല നല്ലപോലെ ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഏകദേശം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 5 മണിക്കൂറിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് സുർക്കയ്ക്ക് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനാഗിരിയും ചെറുനാരങ്ങ നീരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 5 മണിക്കൂറിന് ശേഷം നമുക്കിനി കുറച്ച് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാനുണ്ട്. ഇതിലേക്ക് ചപ്പാത്തിയാണ് അല്ലെങ്കിൽ കുബ്ബൂസ് ചപ്പാത്തിയൊക്കെയാണ് മാച്ചാവുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മയണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മയണൈസിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്.
അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് അടിപൊളി മയണൈസ് തയ്യാറായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കട്ടിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പുളിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ ടെറസിന് മുകളിൽ വെച്ചിട്ടാണ് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾക്ക് എവിടേക്കും പോകാനൊന്നുമില്ല, വീട്ടിൽ തന്നെ ഏത് സമയത്തും ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ അന്നൊരു ദിവസം ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും ടെറസിന് മുകളിലാണ് ഇത് ഉണ്ടാക്കാനും കഴിക്കാനും ഇതിന് മുകളിൽ തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ മയണൈസും വെള്ളവും ഒക്കെ ആയിട്ട് ടെറസിന് മുകളിലേക്ക് കയറുകയാണ്. നമുക്കിനി ഇവിടെ വെച്ചിട്ട് നമ്മുടെ അൽഫാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കാം. പിന്നെ മാവിലുള്ള ബാക്കിയുള്ള കുറച്ച് മാങ്ങയാണിത്. അപ്പോൾ അത് രാത്രിയായപ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ എടുത്തതാണ്. ആകെ ബാക്കിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ നന്നായിട്ട് കനലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കത്തിയിട്ട് നമുക്ക് കനലായിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ കനലായിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ബാച്ചിൽ നമ്മൾ 5 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റെഡിയായെന്ന് തോന്നുമ്പോൾ മറുഭാഗം ഒന്ന് റെഡിയായെന്ന് തോന്നുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാമൊക്കെ മുഴുവനായിട്ടും റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമും അതുപോലെ തന്നെ മയോണൈസും ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ വെച്ചിട്ട് ടെറസിന് മുകളിൽ വെച്ചിട്ട് ഇത് കഴിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.